യേശു താൻ ദൈവമെന്ന് സ്വയം പ്രസ്താവിച്ചുവോ? അതെ, യേശു ദൈവമെന്ന് സ്വയം പ്രസ്താവിച്ചു. എവിടെ? യോഹന്നാൻ 10:33 യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തം നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ഇതാ യഹൂദന്മാർ പറയുന്നു, യേശു തന്നെ ദൈവമാക്കി. യേശുവിന്റെ ഏത് പ്രസ്താവനയാണ് താൻ ദൈവമെന്ന് അവകാശപ്പെട്ടതായി അവർക്ക് മനസ്സിലായത്? യേശു തൊട്ടു മുമ്പ് പറഞ്ഞ പ്രസ്താവനയാണ് യേശു ദൈവമെന്ന് അവകാശപ്പെട്ടതായി അവർക്ക് മനസ്സിലായത്. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദൻ വിശ്വസിക്കുന്ന ഏകദൈവത്തിന് തുല്യനായി യേശു തന്നെ വെളിപ്പെടുത്തി. ആയതിനാൽ ആ പ്രസ്താവന അവർക്ക് ദൈവദൂഷണമായിട്ടാണ് തോന്നിയത്. കാരണം അവർക്ക് കിട്ടിയ തിരുവെഴുത്തിൻ പ്രകാരം യഹോവയായ ദൈവം അവരുടെ പിതാവാകുന്നു. യെശയ്യാ 63:16 ഇങ്ങനെ പറയുന്നു, നീയല്ലോ ഞങ്ങളുടെ പിതാവ്. അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല, ഇസ്രായേലിന് ഞങ്ങളെ തിരിയുന്നതുമില്ല. നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു. യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. കൂടാതെ യഹൂദന്മാരുടെ ദൈവത്തിന് തുല്യനായി മറ്റാരുമില്ല. യെരമ്യാവ് 10:6 യഹോവേ നിന്നോട് തുല്യനായവൻ ആരുമില്ല. നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. എന്നാൽ യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അതിന്റെ അർത്ഥം അവർ വിശ്വസിക്കുന്ന പിതാവായ ദൈവത്തെ പോലെ യേശു തന്നെ ദൈവമാണ്. അതായത് യേശു ദൈവമെന്ന് സ്വയം അവകാശപ്പെട്ടു. ആയതിനാൽ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. യോഹന്നാൻ 10:33 യഹൂദന്മാർ അവനോട്, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണം നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടുമത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിന്റെ ന്യായവിസ്താരം നടത്തിയ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കുന്നു, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനോ? യേശുവിന്റെ മറുപടി, ഞാനാകുന്നു. അപ്പോൾ അത് ദൈവദൂഷണമായി അവർക്ക് തോന്നി. എന്തെന്നാൽ ദൈവത്തിന്റെ മകൻ എന്നത് ദൈവം തന്നെയാണ്. പിതാവായ ദൈവത്തിനൊരു മകനുണ്ടെന്നും ആ മകൻ വീരനാം ദൈവമാണെന്നും അവൻ നിത്യപിതാവ് ആണെന്നും അവർക്കറിയാമായിരുന്നു. യെശയ്യാ 9:6 ഇങ്ങനെ പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ആയതിനാൽ യേശു ദൈവപുത്രനെന്ന് അവകാശപ്പെട്ടപ്പോൾ അത് താൻ ദൈവമെന്ന് അവകാശപ്പെട്ടതാണെന്ന് അവർക്ക് മനസ്സിലായി. ആയതിനാൽ യേശു ദൈവദൂഷണം പറഞ്ഞതായി അവർ കരുതുകയും യേശുവിനെ ആ കാരണത്താൽ യഹൂദന്മാർ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഗമാലിയൽ എന്ന മഹാപണ്ഡിതന്റെ കാൽക്കീഴിൽ പഴയ നിയമ സൂക്ഷ്മതയോടെ പഠിച്ചവനുമായ പൗലോസ് തന്റെ ലേഖനത്തിൽ യേശുവിനെ മഹാദൈവമെന്നും ദൈവത്തോട് സമനെന്നും പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശിഷ്യനായ തോമസ് ഇങ്ങനെ വിളിച്ചു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. അതെ, യേശു ദൈവം തന്നെ.